ഓം അമൃതേശ്വരിയെ നമഃ. എല്ലാവർക്കും അമൃതകൃപയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കർക്കിടക കന്നിയെ പറ്റിയാണ്. ആദ്യം തന്നെ നമ്മൾ എന്തിനാണ് ഈ കർക്കിടക മാസം ആയുർവേദ ചികിത്സകൾക്കായിട്ട് തിരഞ്ഞെടുക്കുന്നത്, അത് എന്താന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതല്ല. മഴ കൂടുതലുള്ള സമയത്ത് ഭൂമിയിലുള്ള അമ്ലത്വം കൂടുതലായിരിക്കും. ആ സമയത്താവുമ്പോൾ നമ്മുടെ ശരീരത്തിലും അതിൻ്റെതായ മാറ്റങ്ങൾ കണ്ടുവരും. വാദമായാലും ഇത് ഡൈജഷൻ്റെ പ്രശ്നങ്ങളായാലും നമ്മുടെ ശരീരത്തിൽ കണ്ടുവരാറുണ്ട്. അപ്പോൾ ഈ ഒരു സീസണിൽ നമ്മൾ ശോധന ചികിത്സയായാലും എന്ത് കർമ്മം ചെയ്താലും അത് ശരീരത്തിലേക്ക് പിടിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു സമയമാണ്. ഇതിൽ ആയുർവേദ ചികിത്സകളിൽ നിന്നുള്ള ശോധന ചികിത്സ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ ഇൻറ്റേർണലി മെഡിസിൻസ് കഴിക്കുന്നതും ഈ സമയത്ത് ശരീരത്തിൻ്റെ പുഷ്ടിക്കും ബലം കൊടുക്കാനും ടോക്സിൻസ് എല്ലാം റിമൂവ് ചെയ്യാനും വളരെയധികം പ്രധാനപ്പെട്ട ഒരു സമയം തന്നെയാണ്. ഞാനിപ്പോൾ നമ്മുടെ അമൃതകൃപയുടെ കർക്കിടക കന്നി കിറ്റ് നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ കന്നി കിറ്റ് 7 ദിവസം ഒരാൾക്ക് കഴിക്കാൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിൽ കഷായ ചൂർണമായിട്ടും അല്ലാതെ മേമ്പൊടിയായിട്ടും നവര അരിയായിട്ടും കൂടാതെ ആശാളി ഉലുവ, ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇത് എങ്ങനെയാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യാന്നുള്ളത് നോക്കാം. നമ്മൾ സാധാരണ വെള്ളം തിളച്ചതിന് ശേഷം നമ്മുടെ കഷായ ചൂർണം ഇട്ട് തിളപ്പിച്ച് അതിൽ നമുക്ക് ഒരാൾക്ക് ആവശ്യാനുസരണമുള്ള അരി ഇട്ട് തിളപ്പിക്കും. അരി ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ ആശാളയും ഉലുവയും ആഡ് ചെയ്ത് അത് തിളച്ച് കഞ്ഞി പരുവാവുന്ന സമയത്ത് നമുക്ക് മേമ്പൊടി ഈ തേങ്ങാപ്പാലിലോ അതോ പശുവിൻ പാലിലോ ആഡ് ചെയ്തിട്ട് നമുക്ക് കഞ്ഞിയിൽ ആഡ് ചെയ്ത് കഞ്ഞി പരുവ നമുക്ക് പാകത്തിനുള്ള പരുവാകുമ്പോൾ കുറച്ച് ഇന്ദുപ്പ് കൂടി ആഡ് ചെയ്തിട്ട് ഡെയിലി ഒരു നേരം സേവിക്കാവുന്നതാണ്. നമുക്ക് ഒരാൾക്ക് ഒരു നേരം സേവിക്കും. ഇത് സേവിക്കുന്ന ഇതിൻ്റെ ഗുണങ്ങൾ എന്തെന്ന് വെച്ചാൽ നമ്മുടെ ദീപ്താഗ്നി കറക്റ്റ് ആവും. അതായത് കറക്റ്റ് വിശപ്പില്ല, അങ്ങനെയുള്ള ഒരു കണ്ടീഷനിൽ മോഷൻ കറക്റ്റായി പോകുന്നില്ല, അങ്ങനെയുള്ള ഒരു സമയത്തൊക്കെ ഇത് കഴിക്കുമ്പോൾ നമ്മുടെ അഗ്നി ദീപ്തി വരുന്നു, അത് അഗ്നി കൂടും. അതുപോലെ തന്നെ ശോധനയെല്ലാം കറക്റ്റ് ആവും. നമ്മുടെ ശരീരത്തിലുള്ള വീഷിയേറ്റഡ് ആയിട്ടുള്ള ദോഷങ്ങൾ, ടോക്സിൻസ്, വിഷാംശം എല്ലാം റിമൂവ് ചെയ്യാൻ ഇത് നമുക്ക് സഹായിക്കുന്നു. അതേപോലെ തന്നെ വളരെയധികം ഇമ്മ്യൂണിറ്റി തരുന്ന ഒരു കാര്യം കൂടിയാണ് ഈ കഞ്ഞി സേവിക്കുന്നതിൽ. ഇതിലിപ്പോൾ നവരേരി ആണെങ്കിൽ കൂടി നവരേരിയെല്ലാം ശരീരത്തിന് നല്ല പുഷ്ടി തരുന്ന ഒരു അരിയാണ്. നമ്മൾ സാധാരണമായി സേവിക്കാൻ നവരേരി ഉപയോഗിക്കില്ല. നവരേരിക്ക് ഇങ്ങനെ ഔഷധമായിട്ടാണ് നവരേരി നമ്മൾ കൂടുതലായിട്ട് കാണുന്നത്. അത് കുറച്ച് കഴിച്ചാൽ തന്നെ ഭയങ്കര ഗുരു സ്വഭാവമുള്ള ഒരു അരിയാണ്. അപ്പോൾ അതെല്ലാം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് നല്ല പുഷ്ടിയും ഇമ്മ്യൂണിറ്റിയും ശരീരത്തിലെ ദോഷങ്ങളെല്ലാം ശരീരത്തിലെ ദോഷങ്ങളായാലും വിഷമെല്ലാം പുറന്തള്ളാൻ നമ്മളെ വളരെയധികം സഹായിക്കും. താങ്ക് യു.